ഹലോ, ഇന്നൊരു ഓണം ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി ഉള്ള ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് വെച്ച് കുറച്ച് ഹെവി ആയിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എടുത്തത് ലോട്ടസിൻ്റെ ഒരു ഫേസ് സിറമാണ്. കഴിഞ്ഞ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ചെയ്തപ്പം എന്നോട് കുറേ പേരൊക്കെ പറഞ്ഞു കേട്ടോ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് പറയണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇങ്ങനെ ഫേസ് മേക്കപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ അല്ലാതെ ഫുൾ ഓണം ഔട്ട്ഫിറ്റ് ഒന്നും അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ഫേസ് മേക്കപ്പ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഫേസ് സിറത്തിന് ശേഷം അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഫോറെവറിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഫ്ലേവറൊന്നുമില്ല, പക്ഷേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ നല്ല എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. അപ്പോൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് ക്രീമി ടെക്സ്ചറാണ് കേട്ടോ ഈ മോയ്സ്ചറൈസർ, പക്ഷെ എന്നാലും നല്ല എഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ സൺസ്ക്രീൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ഈ നാട്ടിൽ ജീവിക്കാനേ പറ്റില്ല. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ എന്ത് മേക്കപ്പ് ചെയ്തിരുന്നാലും സൺസ്ക്രീന് ഷുവറായിട്ട് ഞാൻ അപ്ലൈ ചെയ്യും, കാരണം ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ സൺബേൺ എൻ്റെ സ്കിന്ന് നല്ല സെൻസിറ്റീവുമാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ഈ സൺസ്ക്രീൻ ഇല്ലാതെ വലിയ പാടാണ്. പിന്നെ ഞാനൊരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഓണം മേക്കപ്പാണ്, അപ്പോൾ കുറച്ച് സാധാരണ ഡെയിലിയിൽ നിന്ന് നമ്മൾ കുറച്ച് എക്സ്ട്രാ പോലെയൊക്കെ കാണിക്കുമല്ലോ. അപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഫിറ്റ്മിയുടെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. അതും അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. വേറെ പ്രൈമേഴ്സൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കമ്പയർ ചെയ്ത് പറയാനായിട്ട്. പിന്നെ അടുത്തതൊരു ഫൗണ്ടേഷനാണ്. ഇതൊരു ക്രീമി ഫൗണ്ടേഷനാണ്. മൗസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ വന്നിട്ട് UAE നിന്ന് വാങ്ങിയതാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വന്നിട്ടാണ് ഈ ഒരു ക്രീമി ടെക്സ്ചർ കണ്ടത്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. സ്കിന്നുമായിട്ട് പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്നത് പോലെ തോന്നി. അപ്പോൾ നമ്മളിതേപോലെ ഡോട്ടായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്പോഞ്ച് വെച്ചൊന്ന് ഇത് ചെയ്ത് കൊടുക്കുക, ഒന്ന് സ്പഞ്ച് ചെയ്ത് കൊടുക്കുക. അത് കുറച്ച് വീഡിയോയിൽ നല്ല സ്പീഡിൽ തോന്നുന്നെങ്കിലും ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് കേട്ടോ ചെയ്തത്. ഒരുപാട് നേരം എനിക്ക് ലെങ്ത് കൂട്ടി വീഡിയോ ചെയ്യുന്നത് അത്ര താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതങ്ങനെ പ്രത്യേകിച്ചൊരു ബ്രാൻഡൊന്നുമില്ല ഈ ഐബ്രോ ഫില്ലറിന്. ഞാൻ നാട്ടിൽ നിന്ന് ഏതോ ഒരു ഐബ്രോ പെൻസിൽ വാങ്ങി, അത് വെച്ചിട്ട് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഇതൊരു പാലറ്റാണ്, ഹൈലൈറ്റർ പാലറ്റാണ്. ഇത് മെയിനായിട്ട് ഞാൻ ഐഷാഡോ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഓണം മേക്കപ്പ് അല്ലേ, അപ്പം കുറച്ച് ഐഷാഡോ ഒക്കെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു ഗോൾഡൻ കളറും ബ്രൗൺ കളറും അതേപോലെ പിങ്കും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഐലാഷസ് ആയിട്ട് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഗോൾഡൻ കളർ അപ്ലൈ ചെയ്തു, ഇപ്പോൾ പിങ്കാണ് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ വീണ്ടും ഞാനൊരു ഗോൾഡൻ കളർ, ബ്രൗൺ ഗോൾഡൻ മിക്സ് ചെയ്തുള്ള ഒരു കളറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒരു ഐയുടെ കോർണറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഐ പെൻസിൽ. ഇത് ഫ്ലോർമാറിൻ്റെ ഐ പെൻസിലാണ്. ഇത് അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല ഡീപ്പ് ബ്ലാക്ക് ആണ്, ജെൽ ഡീപ്പ് ബ്ലാക്ക് ആണ്. പിന്നെ ഇതിൻ്റെ അനദർ ടിപ്പിൽ നമുക്ക് ഈ സ്മഡ്ജ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ബ്രഷും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഐ പെൻസിൽ നല്ല ഡീപ്പ് ബ്ലാക്ക് ആണ്. ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ കൊള്ളാം. ഡെയിലി യൂസിന് അത്ര ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല, കാരണം കണ്ണിനടിയിലൊക്കെ ഡാർക്ക് സർക്കിൾസ് പോലെ വരും. പിന്നെ കണ്ണിന് മുകളിൽ എഴുതാനായിട്ട് ഞാൻ ബ്രൗൺ കളറാണ് പ്രിഫർ ചെയ്തത്, കാരണം താഴെ നല്ല ഡീപ്പ് ബ്ലാക്ക് ആയതുകൊണ്ട് മേളിൽ അതേപോലെ വരയ്ക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഞാനൊരു ബ്രൗൺ ഫില്ലറാണ് കൊടുത്തത്. അത് ഷാംപോറിൻ്റെയാണ്. അത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് ബ്രൗൺ കളർ ഐ പെൻസിൽ കമ്പാരിറ്റീവ്ലി ഇഷ്ടമാണ്. ബ്രൗണും ഗ്രീനും ബ്ലൂ ഒക്കെ യൂസ് ചെയ്യും, പക്ഷെ എന്നാലും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ബ്രൗൺ ആണ്. പിന്നെ നമ്മുടെ മസ്കാര അപ്ലൈ ചെയ്യുക. മസ്കാര ഓൾവേസ് ഗീവ് ലൈഫ് ടു യുവർ ഐസ്. ഒരു കണ്ണിന് ജീവൻ കൊടുക്കുന്നത് എപ്പോഴും ഒരു മസ്കാരയാണ്, കൺപീലിയൊക്കെ വരുമ്പോഴാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇല്ലാതെ നമുക്ക് എന്ത് ഓണാഘോഷം, എന്ത് മേക്കപ്പ് ഇട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്നെപ്പോലെ ലിപ്സ്റ്റിക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കോമൻ്റ് ഇടണം കേട്ടോ. പിന്നെ ഞാനൊരു പൊട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ കമ്മലും മാലയൊക്കെ എടുത്ത് വെച്ചു, പക്ഷേ എനിക്ക് മാല ഇടാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മാല എനിക്കെന്തോ ഒരു ഓവർ പോലെ തോന്നി. ഏതാണ് ഞാൻ കമ്മൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. ഇപ്പം ഇതൊക്കെ പഴയ കമ്മലാണ് കേട്ടോ, അല്ലാതെ ഇപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയതൊന്നും അല്ല. ഇത് പഴയ കമ്മലാണ്. അതിൽ അടുത്ത കമ്മൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ അതിലൊരു മുത്തും പോയിരിക്കുകയാണ്. പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ് ഈ കമ്മൽ, അതുകൊണ്ട് ഞാൻ കളയാതെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ കയ്യിൽ മാല ഇരുന്നെങ്കിലും ഞാൻ മാല ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം ഞാനതങ്ങ് ഊരി വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ കമ്മലിടുകയാണ്. എന്താണാവോ ഇത്ര താമസം കമ്മൽ കയറ്റാൻ. ഓക്കെ ആടാ, ഓക്കെ ആയി, മതി.
ആ 100. ഓക്കെ. ആ എന്നെ ട്രോളാൻ ഞാൻ തന്നെ ധാരാളം. അതെ അതെ. പിന്നെ ഞാൻ ഇത് നാട്ടിൽ നിന്ന് എൻവൈബയുടെ ഒരു എന്താണ് സ്ട്രോപ്പ് ക്രീം ഒരുപാട് ആഡ് കണ്ടിട്ട് വാങ്ങിയതാണ്. പക്ഷേ ടു ബി ഓണസ്റ്റ് എനിക്ക് ഒട്ടും എഫക്റ്റീവായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചതല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ്. എൻ്റെ മനസ്സിലുള്ള കൊറിയൻ ഗ്ലാസ് സ്കിന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഒന്നുമില്ല. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ ഒരു പ്രത്യേകിച്ച് വലിയൊരു എഫക്റ്റ് ഒന്നും പറയാനില്ല. ഓക്കെ അത്രയേ ഉള്ളൂ. അതെ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദിസ് ഇസ് ജസ്റ്റ് ഓൺലി ഫേസ് മേക്കപ്പ്, അല്ലാതെ ഓണം ഔട്ട്ഫിറ്റ് ഒന്നും വെച്ചുകൊണ്ടല്ല. കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു മേക്കപ്പ് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ഹെവി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. അപ്പോൾ ഹാപ്പി ഓണം.